നമുക്ക് കാറ്റിന്റെ ഫീഡിങ്ങിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മൾ വെറ്റ് ഫീഡ് ആണ് കൊടുക്കുന്നത്. വെറ്റ് ഫീഡിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈ ഫീഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിഡ്നി ഫെയിലർ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ടും പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ വെറ്റ് ഫീഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാറ്റിന്റെ ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സ്കിന്നിന്റെ ഹെൽത്തിനും എക്ടോപാരസൈറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ഗ്രൂം ചെയ്യുന്നതാണ് ബെറ്റർ. ഇത് ഗ്രൂമിങ് കാറ്റിന്റെ ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സ്കിന്നിന്റെ ഹെൽത്തിനും എക്ടോപാരസൈറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ഗ്രൂം ചെയ്യുന്നതാണ് ബെറ്റർ. ഇത് ഗ്രൂമിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ദേഹത്ത് എന്തെങ്കിലും പാരസൈറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയും ഡാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് പല ടൈപ്പ് ഗ്രൂമിങ് ബ്രഷുകൾ അവൈലബിൾ ആണ്. ഈ ഗ്രൂമിങ് ബ്രഷിന്റെ പ്രത്യേകം നമ്മൾ ഗ്രൂം ചെയ്തതിനു ശേഷം ഇതിനകത്തുള്ള ഹെയർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെയർ സ്പീഷീസ് ആയിട്ടുള്ള എല്ലാ ആനിമൽസിനും, കാറ്റിനാണെങ്കിലും ഡോഗിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഗ്രൂമിങ് അതിന്റെ സ്കിൻ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കാറ്റിന്റെ ഫീഡിങ്ങിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മൾ വെറ്റ് ഫീഡ് ആണ് കൊടുക്കുന്നത്. വെറ്റ് ഫീഡിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈ ഫീഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിഡ്നി ഫെയിലർ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ടും പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ വെറ്റ് ഫീഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാറ്റ്സിനും വെറ്റ് ഫീഡിന് ചില കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. അപ്പം നമ്മൾ ഫീഡിങ്ങും എപ്പോഴും നമ്മുടെ ഏതൊരു പെറ്റ് ആണെങ്കിലും നമുക്ക് അത് നമ്മൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ല ഇല്ല, നമ്മൾ ആനിമൽസിന് നമ്മൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ പാടില്ല. ഡോഗൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ് അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഡോഗിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ തന്നെ ആയിട്ടുള്ള ഫീഡുകൾ വരും, അത് തന്നെ കൊടുത്ത് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.